എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണത്തിൽ സഭയുമായി സമവായത്തിന് സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ജോസ് കെ മാണി MP, ജോബ് മൈക്കിൾ MLA എന്നിവർ ഒപ്പമുണ്ട്. അഖിൽ കെയുടെ വിശദാംശങ്ങളുമായി. അഖിൽ, നേരത്തെ രൂക്ഷ വിമർശനം ഉയർത്തിയതാണ് ബിഷപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ. ഒരു സമവായ നീക്കത്തിലേക്ക് തന്നെ എത്തുകയാണോ? എന്താണ് കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ? ആര്യ, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം നമുക്കറിയാം, വലിയ രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചിരുന്നത്. ശിവൻകുട്ടി രാഷ്ട്രീയം കളിക്കുകയാണ്, അല്ലെങ്കിൽ ഈ നിലപാടുകൾ ശരിയല്ല എന്ന് കൃത്യമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ മന്ത്രി ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞിരുന്നത്, അതായത് ഈ ക്രൈസ്തവ മാനേജ്മെന്റുകളായാലും മറ്റ് സ്വകാര്യ മാനേജുകളും എയ്ഡഡ് സ്കൂളുകളിലെ ഇതുമായി ബന്ധപ്പെട്ട 7000-ഓളം ഒഴിവുകൾ നികത്തേണ്ടതുണ്ട്. പക്ഷേ അതിൽ 1500-ഓളം ഒഴിവുകൾ മാത്രമാണ് ഇവർ ഒഴിവ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ NSS, അതായത് ഈ സഭകളുടെയും അതുപോലെ തന്നെ മറ്റ് എയ്ഡഡ് മാനേജ്മെന്റുകളുടെ ആവശ്യം എന്ന് പറയുന്നത് NSSന് നൽകിയിട്ടുള്ളതുപോലത്തുള്ള സമാനമായ രീതിയിൽ, അതായത് ഭിന്നശേഷി സംവരണത്തിന് വേണ്ടിയുള്ള സീറ്റുകൾ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് നിയമനങ്ങളിലെല്ലാം തന്നെ മറ്റ് നിയമങ്ങളിൽ നിന്നുള്ള അധ്യാപകരുടെയൊക്കെ അംഗീകാരം നൽകാൻ കഴിയണമെന്നുള്ള ആവശ്യം അത് NSS കോടതിയിൽ പോയി നേടിയെടുത്തതായിരുന്നു. ആ രീതിയിൽ തന്നെ അതിനുള്ള അനുമതി നൽകണമെന്ന ആവശ്യമായിരുന്നു ഈ മറ്റ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് മാനേജ്മെന്റുകളും സർക്കാരിനെ സമീപിച്ചു. പക്ഷേ അത് സർക്കാർ തള്ളുകയും അതിന് പിന്നാലെ തന്നെ ഇത് കൃത്യമായി ഒഴിവ് നികത്താൻ ഈ മാനേജ്മെന്റുകൾ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അത് നികത്തുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തള്ളുകയുമായിരുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഏകപക്ഷീയമായ രീതിയിലൊക്കെ മന്ത്രി പെരുമാറുന്നു എന്നും ഉള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ. പക്ഷേ രൂക്ഷമായ ഭാഷയിൽ തന്നെ പരസ്യമായി പലതവണ ആവർത്തിച്ച് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ബിഷപ്പ് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അതിരൂപയുടെ ആസ്ഥാനത്ത്, ചങ്ങനാശ്ശേരിയിലെ ആസ്ഥാനത്ത് എത്തിക്കൊണ്ട് നേരിട്ടൊരു കൂടിക്കാഴ്ചയിലേക്ക് മന്ത്രി കടന്നിരിക്കുന്നത്. മന്ത്രിയുടെ കൂടിക്കാഴ്ച മന്ത്രിക്കൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കളായിട്ടുള്ള ജോസ് കെ മാണിയും അതുപോലെ തന്നെ MLA ജോബ് മൈക്കിൾ അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള അവരുടെ അധ്യക്ഷതയിൽ തന്നെയാണ് ഈ യോഗം നടക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. കാരണം കേരള കോൺഗ്രസ് എമ്മും ബിഷപ്പുമായിട്ടുള്ള വലിയ ബന്ധവും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ബന്ധമൊക്കെ തന്നെ ഇതിന്റെ ഉപയോഗപ്പെടുത്തുന്നത് വേണ്ട നമുക്ക് കരുതുന്നു. എന്തായാലും ഇതൊരു അനുനയ നീക്കത്തിലുള്ള ശ്രമം അത് മന്ത്രിയുടെ ഭാഗത്തും തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സമവായ നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ. അഖിൽ കെയാണ് വിശദാംശങ്ങൾ നൽകിയത്.